ചാപ്റ്റർ പഠിപ്പിച്ച് തീർന്നില്ല. അടുത്ത പുതിയ ചാപ്റ്റർ പഠിക്കാം. ടീച്ചർ കഴിഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ 5 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. എന്തോ വെച്ചാൽ അത് ഞാൻ ഇവിടെ ചെയ്യിപ്പിക്കണം. എല്ലാവർക്കും ഇക്വേഷൻ ഒക്കെ അറിയാലോ. വീട്ടിൽ പോയി നിങ്ങൾക്ക് എന്തോ പണി. താൻ നാളെ വരുമ്പോൾ 5 ചെയ്ത് എന്നെ കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ കേട്ടോ. വലിച്ച് അടുത്ത ചാപ്റ്റർ ആണ് കോംപ്ലക്സ് നമ്പർ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പഠിപ്പിക്കുന്ന സമയത്ത് ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ മനസ്സിലാവാത്തൊരു മനസ്സിലായില്ലെന്ന് പറയണം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരും. എന്നിട്ടും മനസ്സിലായില്ലെങ്കിലോ ടീച്ചറെ? എന്നിട്ട് മനസ്സിലായില്ല ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരും. എന്നിട്ടും മനസ്സിലായില്ലെങ്കിലോ? എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നീ പണി നിർത്തും. നിന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ലെന്ന് വിചാരിച്ചാൽ മതി. 3 പറഞ്ഞിട്ട് പഠിക്കാൻ പറ്റില്ല, നീ പഠിക്കണ്ട. 2000 ടീച്ചർ. അല്ല, എനിക്ക് കുട്ടികളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതെന്താ എന്റെ പീരീഡ് മാത്രമേ ഇതൊക്കെ പറയത്തുള്ളൂ? അതെന്ത് വർത്താനോ ടീച്ചർ? ഇത് പി ടീച്ചർ മാത്സ് ടീച്ചറും തമ്മിലുള്ള പ്രശ്നമില്ല. അതിന് ഞാൻ ഫിസിക്സ് ടീച്ചറിന്റെ ക്ലാസ്സിൽ പോയി പറയാൻ പറ്റുമോ? എന്താന്ന് വെച്ചാ പറ. കുട്ടികളെ ഇപ്പൊ ഫുട്ബോളിന്റെ സെലക്ഷൻ ഉണ്ട്, താല്പര്യമുള്ള ഒരു ഗ്രൗണ്ടിലോട്ട്. 2 ആഴ്ച മുമ്പ് ക്രിക്കറ്റ് ആയിരുന്നില്ല, ഇതെന്താ ഫുട്ബോള്? ഇനി അടുത്ത ഹോക്കി വരുമോ? എന്തെങ്കിലുമൊക്കെ വേണ്ട ടീച്ചറെ. ടീച്ചർ സെലക്ഷന് പോയിക്കോട്ടെ. സാറേ ഇപ്പൊ ഞാൻ ഒരു ഗോൾ അടിക്കുന്ന നോക്കണേ. സെലക്ഷന് പോകുന്നവന്മാരൊക്കെ പോയിക്കോ. പക്ഷെ ഇന്ന് പഠിപ്പിക്കുന്നത് ഞാൻ ബോർഡെ ചെയ്യിപ്പിക്കും. അപ്പൊ അങ്ങ് ചെയ്ത് കാണിച്ചാ മതി. കോളെ ഒരറിയിപ്പുണ്ട്. എല്ലാ അധ്യാപകരും എത്രയും പെട്ടെന്ന് സ്റ്റാഫ് റൂമിൽ എത്തിച്ചേരേണ്ടതാണ്. എന്നെ ഈ ക്ലാസ്സിൽ നിന്ന് മാറ്റാനുള്ള PT സാറിന്റെ അടപ്പ്. അങ്ങനെ സാറിന് എന്റെ പോസ്റ്റ് ഗോൾ അടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല സാറേ. നിങ്ങൾ ബുക്ക് എടുക്ക. സാർ എന്താ ടീച്ചറെ വിളിച്ചു പറഞ്ഞൊന്നും കേട്ടില്ലേ? വേറൊന്നും അല്ല, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചതാ. നമ്മുടെ ജില്ലയിൽ എല്ലാ സ്കൂളിലെ അധ്യാപകർക്ക് ഒരു ട്രെയിനിങ്. അതിന് ഓരോ സ്കൂളിൽ ഓരോ അധ്യാപകർ പങ്കെടുക്കണം. ഇവിടുന്ന് ടീച്ചർ പോയാൽ മതി. ഞാനോ? അതെ, ടീച്ചറിന് ഒരു ട്രെയിനിങ്ങിന്റെ കുറവുണ്ട്. അതിപ്പോ മനസ്സിലായല്ലോ. നാളെ മറ്റന്നാളും ടീച്ചർ വിചാരിച്ചാണ് ഇതെന്റെ പ്ലാനാണെന്ന്. എന്റെ പ്ലാനല്ല, ഇത് ദൈവത്തിന്റെ പ്ലാനാ. അപ്പൊ ഇനി 2 ദിവസം ഗോൾ പോസ്റ്റ് ഗോളി കാണത്തില്ലല്ലേ. ഗോളിന്റെ പേര് മഴയായിരിക്കും.